ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശിമയോനെ ആ വിളി കേട്ട് പത്രോസ് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അതിനേക്കാൾ മനസ്സിനെ പിടിച്ചുലച്ചത് പിന്നെ ചോദിച്ച ചോദ്യമാണ്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കുറച്ചായി ഇങ്ങനെയൊരു വിളി കേട്ടിട്ട്. കാരണം കൂടെ കൂട്ടിയപ്പോൾ ചേർത്ത് നിർത്തിയിട്ട് ഗുരുനാഥൻ തന്ന മറ്റൊരു പേരുണ്ടായിരുന്നു, കേഫ. പാറ എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അന്നു മുതൽ എല്ലാവരും കേഫ എന്നും പത്രോസ് എന്നൊക്കെയായിരുന്നു വിളിച്ചിരുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ് പാറ പോലെ ഉറച്ചു നിൽക്കാൻ ആവശ്യപ്പെട്ട് കൂടെ കൂട്ടിയതാണ്. പക്ഷേ ഒരു കോഴി കൂവുന്ന യാമത്തിൽ ഗുരുനാഥനെ അറിയില്ല എന്ന തള്ളിപ്പറച്ചിൽ ഒന്നല്ല 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് കേഫായെ കൊണ്ടുചെന്നെത്തിച്ചത് പഴയ പേരിലാണ്, ശിമയോൻ. ഞാങ്ങണ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഉറപ്പുമില്ലാത്ത വെള്ളത്തിന് മുകളിൽ ആടി ഉലയുന്ന ഒരു ഞാങ്ങണയായിരുന്ന ശിമയോനെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ പഠിപ്പിച്ചിട്ട് എന്തുണ്ടായി? ഒരവസരം വന്നപ്പോൾ പഴയ ഞാങ്ങണയുടെ സ്വഭാവം പുറത്തു വന്നു. പലപ്പോഴും മനുഷ്യൻ ഈ പത്രോസിനെ പോലെയാണ്. വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, നിർമ്മലതയിൽ ഒക്കെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരാണ് നാം. എന്നാൽ പലപ്പോഴും ഞാങ്ങണയെപ്പോലെ ആടി ഉലഞ്ഞു പോകുന്നു നാം. കൂടെ നിർത്തുന്ന ക്രിസ്തുവിനെ തള്ളിപ്പറയാൻ ഇന്ന് നമുക്ക് കോഴി കൂവുന്ന സമയം പോലും വേണ്ടാതായിരിക്കുന്നു. അങ്ങനെ ചാഞ്ചാടുന്നവനോടാണ് ക്രിസ്തുവിന്റെ ചോദ്യം, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ എന്ന് 2 പ്രാവശ്യം കണ്ണുമടച്ചു പറഞ്ഞു ശിമയോൻ. പക്ഷേ 3ാമതും അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്ന മറുപടി ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചുള്ള പുനർവിചിന്തനമായിരുന്നു. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 പ്രാവശ്യം ക്രിസ്തു സ്നേഹം ഏറ്റുപറയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം ശിമയോനെ വീണ്ടും കേഫ ആക്കി തീർത്തു. നമ്മുടെയൊക്കെ പ്രതിനിധിയായാണ് കേഫ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദൈവവിശ്വാസത്തിലും ക്രിസ്തു സ്നേഹത്തിലും ആത്മവിശുദ്ധിയിലും പാറ പോലെ ഉറപ്പുണ്ടോ നമ്മുടെ മനസ്സിന്? അതോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാങ്ങണ പോലെ ആടി ഉലയുന്നവരാണോ എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെയാണ്. കാറ്റിൽ ആടി ഉലയുന്നവരാകാനല്ല, പാറ പോലെ ഉറപ്പുള്ളവരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ക്രിസ്തുവിനോടുള്ള സ്നേഹം പ്രകടമാകുന്നത് ആ മനസ്സിന്റെ ഉറപ്പിലാണ്. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉത്തുംഗ ശൃംഗത്തിനുയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഏതിനോടു പവിക്കും നിൻ ദിവ്യ സ്നേഹം? നിനക്കു തുല്യം നീ മാത്രമല്ലോ, നിനക്കു തുല്യം നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലെൻ ഹൃദയം കവിയുന്നു.